അച്ഛാ എന്തു പറ്റി? ദാ, ഒന്നും പറയണ്ട മോളെ. ബാലന്റെ തെങ്ങും തൊപ്പിൽ ഒരു തേങ്ങ എനിക്കിട്ട് പണി തന്നതാ. ഒരു തേങ്ങ കൃത്യം തോളത്ത് തന്നെ വന്നു വീണു. വേദന സഹിക്കാൻ വയ്യ. എങ്കിൽ മാമൻ കൂടി ഇങ്ങോട്ട് വന്നിരുന്നോ? അശ്വതി നല്ല തേച്ച് വിട്ടു തരും. എന്തോന്ന്? സോറി, അശ്വതി അല്ല, അമ്മായി തേച്ച് വിട്ടു തരുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിനക്കെന്താടാ ഇത്രക്ക് വിവേകമില്ലേ? അയ്യോ, എന്താ എന്തു പറ്റി? ആ, തേക്കാനുള്ള ആളെത്തി. ഇങ്ങോട്ട് ഇരുന്നോ മാമ. തോളിൽ ഇത് എന്ത് പറ്റിയതാ? ഒന്നും പറയണ്ട ശ്യാമളെ. ഒരു തേങ്ങ കൃത്യം തോളത്ത് തന്നെ വീണു. അല്ലമ്മവാ, ബാലനങ്ങളുടെ പശുക്കളുടെ കാര്യം എന്തായി? ആ, അത് പറയാതിരിക്കുന്ന മോനെ നല്ലത്. ഒന്നും രണ്ടു വേണോ? 5 പശുക്കളല്ലേ ചത്ത് കിടക്കുന്നത്. എന്തായാലും ഒരു 10-20 എണ്ണം കൂടി തീരുന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, പാവം പശുക്കള്. ആരാ അത് ചെയ്തതെന്ന് വല്ല അറിവുണ്ടോ അച്ഛാ? ആ ഗോവിന്ദനും ചാരുവും കൂടി പോലീസിൽ പരാതി കൊടുക്കാനായി പോയിട്ടുണ്ട്. ബാലനും ആകാശം കൂടി ആ ശ്രേയയുടെ ഓഫീസിലേക്ക് പോയിരിക്കുക. ശ്രേയയുടെ ഓഫീസിലോ? അതെന്തിനാ? ഇന്ന് പുറത്തു നിന്ന് ആ ഫാമിൽ ചെന്നത് ആരാണോ അവരാണിത് ചെയ്തതെന്നാ മാഷും ചാരുവും പറയുന്നത്. ശ്രേയമോളും അരവിന്ദനും കൂടി ഇന്ന് ഫാമിൽ ചെന്നിരുന്നെന്നോ ശ്രേയമോളെയും സംശയമുണ്ടെന്നോ എന്തോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഈ അച്ഛൻ ആള് കൊള്ളാലോ. ശ്രേയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓഫീസിലേക്ക് പോയത്. അമ്മേ, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് വലിയ പ്രശ്നമാവും. ആ ചാരുവിന്റെ വാക്കും കേട്ട് അങ്ങനെ ഓരോന്നിന് ചാടി പുറപ്പെടും. വരുന്നതൊക്കെ അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ? വല്ലാത്തൊരു വേദന. എന്തെങ്കിലും ഒന്ന് തടവിയേ പറ്റൂ. എന്ത് ചെയ്യും ശ്യാമളെ? ആ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ എണ്ണ വാങ്ങിക്കോ. കർപ്പൂരാദിയും മുറിവെണ്ണയും ചേർത്ത് ചൂടാക്കി നല്ലൊരു പിടി പിടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. അതൊന്നും വേണ്ട. മുത്തശ്ശിയുടെ കയ്യിൽ നല്ല തൈലം കാണും, അത് വാങ്ങി തേച്ചാ മതി. നിങ്ങൾ കയറി വന്നേ, അമ്മയുടെ കയ്യിൽ വല്ലതും ഇരിപ്പുണ്ടോന്ന് നോക്കാം. അതെ, കൂട്ടുകാരന്റെ പശു ചത്തൂന്ന് കേട്ട ഉടനെ ചാടി പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? തേങ്ങ വീണ് അനങ്ങാൻ പറ്റാതായപ്പോ നിങ്ങളെ തനിച്ചാക്കി. സാരമില്ല പെങ്ങളെ, അവരൊരു അത്യാവശ്യത്തിന് പോയിരിക്കുന്നല്ലേ. വാ ശ്യാമളെ. പതുക്കെ പതുക്കെ. അമ്മേ. അയ്യോ. ഓട്ടോയിൽ നീ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്നെ കാണാൻ വരുന്ന വഴി ശ്യാമളെ നീ ഒഴിവാക്കിയല്ലേ? എന്തു പറഞ്ഞാ നീ അവളെ മാറ്റിയത്? അമ്മയോട് രഹസ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശ്യാമളയുടെയും അഞ്ജനയുടെയും മനസ്സിലേക്ക് സംശയത്തിന്റെ ഒരു തരി പോലെ ഇട്ട് കൊടുക്കരുതെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരറിയാൻ പാടില്ലാത്തത് എന്തോ നമുക്കിടയിൽ ഉണ്ടെന്ന് തോന്നിപ്പോയാ അവിടെ അവരുടെ അന്വേഷണം തുടങ്ങും. അമ്മ അത് വിട്. എനിക്ക് എന്താ പറ്റിയെന്നൂല അമ്മ ചോദിക്കാത്തെന്താ? നിങ്ങളെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ബാലചന്ദ്രന്റെ തെങ്ങിൻ തൊപ്പി വെച്ച് ഒരു തേങ്ങ നിന്റെ തോളിൽ വീണു അല്ലേ? അതെ അമ്മേ. ഒരല്പം മാറിയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഓ, തോളില് വീണിട്ട് എന്നെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഈ വേദന എന്റെ കയ്യിലെ മർമാണി തൈലം ഇട്ട് തേച്ചാ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്റെ ഉള്ളിലെ വേദന മാറാൻ നീ എന്ത് ചെയ്തു എന്നാണ് എനിക്കറിയേണ്ടത്. ഇവിടെ വെച്ചുള്ള ബാലന്റെ കരച്ചിൽ അമ്മ കണ്ടതല്ലേ? പശുഫാമിൽ ചെന്ന ശേഷവും അവൻ ആ പശുക്കളെ ഒന്ന് കാണാൻ പോലും പോയില്ലമ്മേ. അത് കാണാനുള്ള ശക്തി അവനില്ലെന്നും പറഞ്ഞ് ആ ഗോവിന്ദൻ ബാലനെ തടഞ്ഞു. ആ കാഴ്ച കാണാൻ അമ്മ കൂടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അത് സാരമില്ല, അവസരങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. അത് നമ്മൾ ഒരുക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷേ ഒരു കുഴപ്പമുണ്ടമ്മേ. ഞാൻ വിഷം കലർത്തിയ കാടിയുടെ സാമ്പിൾ എടുത്തുകൊണ്ട് ചാരു കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അമ്മ ഭയപ്പെടാനൊന്നുമില്ല. കൂടിപ്പോയാൽ അവരത് ലാബിൽ കൊണ്ടുവന്ന് പരിശോധിക്കും. വിഷം കലർത്തിയെന്ന് കണ്ടെത്തിയെന്നും വരാം. പക്ഷേ ആ വിഷം കലർത്തിയത് നമ്മളാണെന്ന് അവരൊരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഒരു തെറ്റിദ്ധാരണ അവിടെ വളർന്നു വന്നിട്ടുമുണ്ട്. പശുക്കൾക്ക് കുടിക്കാനുള്ള കാടിയിൽ വിഷം കലർത്തിയത് മൂത്ത മരുമകൾ ശ്രേയയാണെന്ന ബാലന്റെ കണ്ടെത്തൽ. ആഹാ, അത് കൊള്ളാലോ.
ബാലൻ ഇളയ മകനെയും കൂട്ടി ശ്രേയയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ വിതച്ചതിനേക്കാൾ കൂടുതൽ കൊയ്യാൻ പോവാ. എന്തൊക്കെയായാലും സൂക്ഷിക്കണം. സൂക്ഷിച്ചു വേണം ഇനി ഓരോ നീക്കവും നീക്കാൻ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ തന്തയും മകൻ എന്റെ ഓഫീസിനകത്തേക്ക് കയറി വന്ന് ബഹളം വെച്ചത്? ഇതിനുള്ള ശിക്ഷ